എന്താ ഇങ്ങനെ നോക്കുന്നത്? ചേട്ടന്റെ നോട്ടം കാണുമ്പോ തോന്നുന്നു എന്നെ അങ്ങ് വിഴുങ്ങുന്നു. വിഴുങ്ങി കഴിഞ്ഞല്ലോ. വയറ്റിലേക്കല്ല, മനസ്സിലേക്കാണെന്ന് മാത്രം. ചേട്ടാ, എനിക്ക് തോന്നുന്നതേ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്ന. പ്രേമ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ആതിരെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. ഈ 450 സംഭവത്തിന് ശേഷോ അതോ അതിനു മുമ്പോ? മുൻപ്. ആ ആളും ഈ ആളും ഒന്നാണെന്ന് അറിയുന്നതിന് മുമ്പ്. ആദ്യം കണ്ടത് നിന്റെ മുടിയാ, പിൻഭാഗത്തേക്ക് വിടർത്തിയിട്ടിരുന്ന ഈ മുടി. അന്ന് പ്രേമിച്ചത് ഈ മുടിയാ. 450 സംഭവത്തില് ആൾ അതാണോ ഇതാണോന്നൊന്നും അറിയില്ലല്ലോ. അതൊരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ചേട്ടന്റെ കൺഫ്യൂഷൻ ഇപ്പൊ തീർന്നോ? ഇനിയിപ്പോ കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ. എനിക്കതിരെ സ്വന്തമായിട്ട് കിട്ടാൻ പോവല്ലേ. ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ വേണം ആതിര ചേച്ചിക്കിടാൻ. ശരി മാഡം. കുറെ വെറൈറ്റി ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ 100 കണക്കിന് ഡിസൈൻസ് ഉണ്ട് ഈ ലാപ്പില്. ആണോ? നോക്കട്ടെ. നോക്കിക്കോളൂ. ഈ ഡിസൈൻ കൊള്ളാല്ലേ? അത് ചേച്ചിക്ക് നന്നായി ചേരും. അതെ, ഇത് നല്ല രസമുണ്ട്. മനീഷയാണല്ലോ, ഓർമ്മപ്പെടുത്താനാവും. ആ പറ മനീഷ. പാർലറിൽ നിന്നുള്ളവർ വന്നോ? ആ വന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ആന്റി ചെയ്യ. പാർലറിൽ നിന്നും വന്നവര് കൊണ്ടുവന്ന കോണിന് പകരം ഞാൻ ഇന്നലെ തന്നില്ലേ അതെടുത്തു വെക്ക്. ആതിരയുടെ കയ്യില് ആ പാർലർ പെണ്ണുങ്ങള് അതിട്ട് കൊടുക്കട്ടെ. ഒരു ഡേഞ്ചറസ് കെമിക്കൽ ഞാൻ അതില് കലർത്തിയിട്ടുണ്ട്. അത് പറഞ്ഞല്ലോ. മെഹന്തി ഇട്ട ഉടനെ ഒന്നും അറിയില്ല, പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാ കൈ ആകെ പുകഞ്ഞു തുടങ്ങും. പിന്നെ പഴുത്ത് വ്രണമാകും. ചികിത്സിച്ചു മാറ്റാൻ അത്ര എളുപ്പമൊന്നും അല്ല. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം. അക്കാര്യത്തിൽ എന്നെക്കാളും മിടുക്കിയ ആന്റിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, കാര്യം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി. ഇത് നോക്കിയേ, അതും കൊള്ളാല്ലേ അമ്മേ? നോക്കമ്മേ. ആ ഞാനൊന്ന് നോക്കിട്ടെ ഡിസൈൻ ഏതാ ഉദ്ദേശിച്ചെന്ന് പറയാം. ഇത് നോക്കിക്കാമേ. നോക്കിക്കോളൂ മാഡം. ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ കൈ നിറയെ ഉണ്ടാവൂലേ? ഇടൂലേ? അത് മതി. നൈസ്. ആതിരെ, ഇതുവരെ ഡിസൈനും സെലക്ട് ചെയ്തില്ലേ? ഹരിച്ചേട്ടാ, ഈ ഡിസൈൻ നോക്കിക്കേ, കൊള്ളാല്ലേ? അത് കൊള്ളാം. ആ ഡിസൈൻ നല്ലതാ. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാ പിന്നെ എനിക്കിതിട്ട് തന്നാ മതി. എല്ലാവർക്കും ഇതേ ഡിസൈൻ തന്നെ ഇടാം അല്ലേ ഗോപികെ? ചേച്ചി ഇതിട്ടോ, എനിക്ക് തൊട്ടു മുമ്പ് കാണിച്ച ഡിസൈൻ മതി. അപ്പൊ അനുനോ? എനിക്കും ഗോപിക്ക് സെലക്ട് ചെയ്ത ഡിസൈൻ മതി. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ആദ്യം ഇട്ടോ? വേണ്ട ചേച്ചി, ചേച്ചിയുടെ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടേത്. വേണ്ടെന്നേ, നിന്റെ അനുന്റെയും കഴിഞ്ഞിട്ട് ഞാനും അനക്കി പോരെ ചേച്ചി. സൂര്യ, ആ കോണുകളൊക്കെ ഇനി എടുത്തേ. ആ കെമിക്കൽ ഉള്ളത് ആദ്യം ഗോപികയുടെ കയ്യിലിടൂ. ആദ്യം ആതിരയ്ക്ക് ഇടുവെന്ന് കരുതി അതാണല്ലോ മേലെ വെച്ചത്.
എന്താ നിനക്കത്ര തിരക്ക്? ആതിരക്കല്ലേ ആദ്യം ഇടേണ്ടത്. അവളല്ലേ കല്യാണ പെണ്ണ്. നീ അങ്ങോട്ട് മാറിയുന്നേ. അതൊന്നും വേണ്ട അമ്മേ, അവൾ ആദ്യം ഇടട്ടെ. അത് പറ്റില്ല. ചേച്ചിയാണെന്നുള്ള മുൻഗണനയെങ്കിലും വേണ്ടേ? എങ്കിൽ ആദ്യം ചേച്ചി ഇടട്ടെ. എന്നോടുള്ള മുൻഗണനയല്ലേ? അതിനേക്കാൾ പ്രധാനം എനിക്ക് നിന്നോടുള്ള വാത്സല്യം. ഗോപികെ, ഇങ്ങോട്ട് വാ. എന്റെ ചേച്ചിയുടെ ഈ വാത്സല്യം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ലമ്മേ. ഗോപിക, ഞാൻ പറയുന്നത്. അമ്മ, അവൾ ആദ്യം ഇടട്ടെ. നീ ഇരുന്ന് ഇരിക്കും. മോളെ, ഞാൻ ഒന്ന് പറ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ, അവളുടെ ആഗ്രഹമല്ലേ. കെമിക്കൽ കലർന്നത് ആതിരയുടെ കൈ തന്നെ ആയിരിക്കണേ ദൈവമേ. മനീഷ പറഞ്ഞത് 10 മിനിറ്റെന്നോ 15 മിനിറ്റെന്നോ? ഈശ്വര. ചേച്ചി, ഇത് എത്ര നേരം ഇടണം? എത്ര നേരം പറ്റോ അത്രയും നല്ലത്. കൈക്കെന്തോ ചൊറിച്ചില് പോലെ ഉണ്ടല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അനുശ്രീക്കാണോ ആദ്യം കിട്ടിയത്? നന്നായി, ഗോപിക രക്ഷപ്പെട്ടു. അടുത്തത് ആതിരയ്ക്ക് കിട്ടും. കിട്ടട്ടെ. എന്റെ കൈയും ചൊറിയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാവോ ചേച്ചി?